4 പതിറ്റാണ്ടുകാലം ഫുട്ബോളിൻ്റെ ദൈവമെന്ന് വാഴ്ത്തപ്പെട്ടവൻ സ്വന്തം നിഴലിനോട് പോലും പൊരുതുകയാണെന്ന്. തനിക്ക് ചുറ്റും അക്ഷൗണിപ്പടയെപ്പോലെ ചൂഴ്ന്നു നിന്നിരുന്ന വിശ്വവെക്കാതെ പോരാളികളൊക്കെയും തന്നെ സംരക്ഷിക്കാനായിരുന്നില്ല എന്ന് തിരിച്ചറിയാൻ അയാളേറെ വൈകിപ്പോയിരുന്നു. അറിയാം, പ്രായം അയാളെ വല്ലാതെ വലിഞ്ഞു മുറുക്കുന്നുണ്ട്. ഒരു ഗോൾ സ്കോറിൽ എന്നതിലും അപ്പുറം അയാൾക്ക് ചെയ്യാൻ കരുത്തുണ്ടായിരുന്ന കാലം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ഒറ്റപ്പെടലിൻ്റെ കയത്തിൽപ്പെട്ട് കലങ്ങി മറിയുന്ന മനസ്സാക്ഷി പറ്റിയ മൈതാനങ്ങളിൽ കൂടെ നിൽക്കുന്നവരുടെ കുറവുകൾ പോലും തൻ്റെ ചുമലിൽ വെച്ച് കിട്ടുന്നത് എന്ത് നീതികേടാണ്. ഇത്രയും കൊട്ടിയാഘോഷിക്കപ്പെട്ട മധ്യനിരയിൽ പെരും പടയാളികൾ മഹായുദ്ധത്തിൽ വിജയിക്കാൻ പോലും തുനിയാതെ നിന്നതിൻ്റെ അർത്ഥം പോലും റൊണാൾഡോ എന്ന മനുഷ്യൻ്റെ സാന്നിധ്യത്തിൻ്റെ ചുമലിലാണ് ഇന്ന് നിൽക്കുന്നത്. അതേക്കാലത്തും അങ്ങനെയാണല്ലോ. ജയിച്ചാൽ ടീമിൻ്റെ വിജയവും പരാജയപ്പെട്ടാൽ അത് റൊണോയുടെ കുറവുമായിരിക്കും. അത് ഈ അവസാന നിമിഷം പോലും ശീലമായിരിക്കുന്നു. മാർട്ടിനസിൻ്റെയും പോർച്ചുഗലിൻ്റെയും നിലവാരം പുറത്തെത്ത കളിയുടെ ഭാരം പോലും ചുമന്ന് മെസ്സി ചാൻഡികളുടെ ആരവങ്ങളോടെ ഉയരും ഉന്മാദവുമായവൻ നടന്നു നീങ്ങുന്ന കാഴ്ച ഏതൊരു ആരാധകൻ്റെയും നെഞ്ചിനെ നീറ്റുന്ന ചിത്രമാണ്. റൊണാൾഡോ ആയിരിക്കുക എന്നത് അത്രയേറെ ബുദ്ധിമുട്ടുള്ള ഒരു ജീവിത സാഹചര്യമാണ്. 21 പേർക്കെതിരെ പന്തുരുട്ടുന്ന ഒരാളുടെ വല്ലാത്തൊരു കഥയും കൂടിയാണിത്. 90 മിനിറ്റും കളത്തിലുണ്ടായിട്ട് പോലും ഒരു ത്രൂ പാസുകളോ ഹൈ ബോളുകളോ ക്രോസുകളോ കൃത്യമായ കോർണറുകളോ റൊണാൾഡോയെ മാറ്റി നിർത്തി കോങ്കോയുടെ 6 യാർഡിനെ തേടി വന്നിരുന്നേ അയാളുടെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രം പോർച്ചുഗൽ വീണുപോയി എന്ന് കൂടി ആശ്വസിക്കാമായിരുന്നു. എന്നാൽ ഇതെല്ലാം എവിടെയാണ് കൊണ്ടു തീർക്കേണ്ടത്? പ്ലാസി യുദ്ധത്തിൽ സിറാജിനെ തോൽപ്പിച്ചത് ബ്രിട്ടീഷുകാരായിരുന്നില്ല. അധികാരമോഹവും പേരും പ്രശസ്തിയും സമ്പാദിക്കുവാൻ വേണ്ടി നിശ്ചലമായി നിന്ന അയാൾ വിശ്വസിച്ച അയാളുടെ സ്വന്തം സൈന്യം തന്നെയായിരുന്നു. പിന്നീട് അയാളുടെ തലവെട്ടിയെടുത്ത് നഗരത്തിൽ ആനപ്പുറത്ത് കാഴ്ചവെച്ചപ്പോൾ ആ നാട് കണ്ണീരോട് ആ കാഴ്ച കണ്ടു നിൽക്കുന്നുണ്ട്. ചിലർ തളർന്നു വീഴുന്നുണ്ട്. തെറ്റുകൾ പലതുണ്ടെങ്കിലും അയാൾ അവരുടെ ധൈര്യമായിരുന്നു. അയാളിലും സത്യമുണ്ടായിരുന്നു. ബ്രിട്ടീഷിന് മുന്നിൽ തലയുയർത്തി പൊരുതിയ മനുഷ്യനെ പോലെ തളരാതെ മുട്ടുമടക്കാതെ ഇന്നോളം ഈ ഫുട്ബോളിൻ്റെ ഹിസ്റ്ററിയിലേക്ക് പോർച്ചുഗലിനെയും കൊണ്ടെത്തിച്ച നായകൻ്റെ ശിരച്ഛേദവും വൈകാതെ തന്നെ നടക്കും. പോർച്ചുഗൽ ഫവേലുകളിൽ ചുമന്ന് നടത്തി നരകിച്ച അവസാന യാഗവും കാണും. അത് കഴിഞ്ഞിട്ടെങ്കിലും തീരുമല്ലോ ചതിയുടെ ഈ കഥ. പിന്നീടെങ്കിലും പോർച്ചുഗൽ ടീം മികച്ചതായി മാറുമല്ലോ. നല്ല കാലം ഭവിക്കാൻ അതാണ് വഴിയെങ്കിൽ അത് തന്നെ സംഭവിക്കട്ടെ. ഹേറ്റിനുമപ്പുറം ഒരു റൊണാൾഡോ എന്ന മനുഷ്യനുണ്ട്. അയാൾ തീർന്നിരിക്കുന്നു. ഇനിയൊരു വെൽഫെയർ പോലും അർഹിക്കാത്തൊരു ഒഴിഞ്ഞുപോക്ക്. അതാകും നല്ലത്. വിഷം ജയിച്ച മനുഷ്യൻ അങ്ങനെ തീരാൻ തന്നെയായിരിക്കും വിധിയെന്ന് ആശ്വസിക്കുകയും ചെയ്യാം. പക്ഷേ ഇത് അവസാനമല്ല. അങ്ങനെ ചിന്തിക്കാൻ തന്നെയാണ് മനസ്സാവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. തിരുത്തേണ്ടത് തിരുത്തി വീണ്ടും ശ്രമിക്കേണ്ടതുണ്ട്. ഈ സമനില അതിനുള്ള ദൈവത്തിൻ്റെ ആദ്യ അടിയായിരിക്കും. വിജയം തരും മുമ്പ് ദൈവം നിന്നെ തോൽപ്പിക്കും, ഒറ്റപ്പെടുത്തും, വേദനകൾ നൽകും. അതിനുശേഷമായിരിക്കും നിൻ്റെ വിജയവും. അങ്ങനെ പലതവണ തോറ്റവൻ്റെ വിജയം അത്ര ചെറുതൊന്നുമായിരിക്കുകയില്ല. അതേറണോ എവിടെയാണ് നിർത്തിയത് അവിടെ നിന്നും നീ ആരംഭിക്കുക. വി സ്റ്റിൽ ബിലീവ് ഇൻ യു.